ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 20-ാം പ്രഭാതമാണ് ഇന്ന്. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത മാലാഖി പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനമാണ്. നമുക്കെല്ലാവർക്കും ബൈബിൾ കയ്യിലെടുത്ത് വായിക്കാം. ഏകമനസ്സോടെ ഉച്ചത്തിൽ വായിക്കാം. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇതൊരു ആഹ്വാനമാണ്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് ധൂർത്തപുത്രനെ കാണാം. അതുപോലെ തന്നെ കാണാതെ പോയ ആടിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഇടയൻ ആടിനെ അന്വേഷിച്ചിറങ്ങുന്നത്. തെറ്റിപ്പോയെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവേന്ന് നെഞ്ചുപൊട്ടി വിളിക്കുമ്പോൾ നമ്മുടെ ഇടയൻ നമ്മുടെ സ്വരം കേൾക്കും. ധൂർത്തപുത്രൻ നമുക്കറിയാം, പന്നികളുടെ പോലും ഭക്ഷണങ്ങൾ കഴിച്ച് പന്നിയുടെ പോലും കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് അവിടെ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ്. വഴിയിൽ വെച്ച് തന്നെ പിതാവ് മകനെ കണ്ടപ്പോൾ വാരിപ്പുണർന്നു. നമ്മൾ തിരിച്ചു വരാൻ തയ്യാറായാൽ സ്നേഹം കൊണ്ട് നമ്മളുടെ മനസ്സിനെ, ഹൃദയത്തെ വീർപ്പ് മുട്ടിക്കുന്നതാണ് നമ്മുടെ പിതാവ്. സ്വർഗം ഏറെ സന്തോഷിക്കുന്നു നമ്മുടെ തിരിച്ചുവരവ്. സ്വർഗം നമ്മുടെ തിരിച്ചുവരവിൽ വലിയ ആഘോഷമായി, അതിനെ വലിയ വിരുന്നായി കാണുമ്പോൾ, എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഭൗതിക സമ്പത്ത് കൊണ്ടും ആത്മീയ സമ്പത്ത് കൊണ്ടും നമ്മളെ സ്വർഗം ധന്യമാക്കും. പലപ്പോഴും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ വരണ്ട അനുഭവങ്ങളും, ജീവിതം താറുമാറായി, ജീവിതം ഇനി മുന്നോട്ട് പോകില്ല എന്ന് സമൂഹവും നമ്മൾ തന്നെയും വിധി എഴുതുന്നിടത്ത് നമ്മളൊന്ന് നമ്മുടെ കാൽപാദങ്ങൾ ഒന്ന് മാറി ചവിട്ടുവാൻ തക്കവിധം ക്രിസ്തുവിലേക്ക് ലക്ഷ്യമിട്ട് നടക്കുവാൻ തയ്യാറായാൽ ഇതാ പുതിയ അധ്യായങ്ങൾ, നന്മയുടെയും സമൃദ്ധിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും പുതിയ ഇടങ്ങൾ ദൈവം നമുക്കായി തുറക്കും. ആയതുകൊണ്ട് ഈ നോമ്പ് ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു തിരിച്ചുവരവിന്, മാനസാന്തരത്തിൻ്റെ കൃപ നിറയട്ടെ എന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോ മകനെയും മകളെയും പ്രത്യേകം ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.